മാന്യ സദസ്സിന് വന്ദനം. പ്രിയരെ, എഫ്രൈം മലനാട്ടിലെ റാമായിലുള്ള എൽക്കാനയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാലോ? ഹന്ന, പെനീന, നമുക്ക് ഷിലുവിലേക്ക് പോകാനുള്ള സമയമായി. നിങ്ങൾ ചെന്ന് യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. പെനീന, നമ്മൾ മക്കളോട് തയ്യാറാവാൻ പറയൂ. ശരി പ്രഭു, ഞങ്ങളിതാ തയ്യാറാവുന്നു. ആഹാ, നിങ്ങൾ തയ്യാറായോ? ഹന്ന എവിടെ? ഓ, അവിടെ എങ്ങാനും കാണാം. ആ മച്ചിപ്പെണ്ണിന്റെ കാര്യമേ. പെനീന, നീ ഇവിടെ എന്തെടുത്തിരിക്കുക? വേഗം വരാൻ പറഞ്ഞു കേട്ടില്ലേ? ഞാനിതാ വരുന്നു. മക്കളെവിടെ? ഞാനിവരെ കൂട്ടട്ടെ. നീ എന്റെ മക്കളെ വിളിക്കുന്നത്? അവിടെ നിന്റെ മക്കളൊന്നും അല്ലല്ലോ. നിനക്കൊരിക്കലും മക്കളെ താലോലിക്കാനുള്ള യോഗമല്ല. നീ ഒരു ശപിക്കപ്പെട്ട ജന്മമല്ലേ. നീ അങ്ങനെ കരയെ. മക്കളുണ്ടാകാത്ത നിന്റെ കുഴപ്പം കണ്ടല്ലേ? എന്നെ നോക്ക്, എന്റെ മക്കൾ ഇതുവഴി ഓടി നടക്കുന്ന കണ്ടില്ലേ? അല്ലെങ്കിലും യഹോവയ്ക്ക് പോലും വേണ്ടാത്ത ജന്മമല്ലേ നിന്റേത്. പിന്നെ എന്തുകൊണ്ടിട്ടാണോ അദ്ദേഹം നിന്നെ എപ്പോഴും സ്നേഹിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്റെ ജന്മം ഇങ്ങനെ ശപിക്കപ്പെട്ടതാണ്? ഞാൻ മറ്റുള്ളവർക്ക് പരിഹാസം മാത്രമായി ജീവിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? ഹന്ന, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നേ? അങ്ങേക്ക് ഒരു കുഞ്ഞിനെ തരാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലല്ലോ. യഹോവ അതിനുള്ള ഭാഗ്യം എനിക്ക് തന്നില്ലല്ലോ. ഈ പാഴ് ജന്മം എന്തിന്? എന്റെ സപത്നിയുടെ കുത്തുവാക്കൾ കേട്ട് ഞാൻ മടുത്തു. ഹന്ന, നീ അങ്ങനെ പറയരുത്. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നത് നീ അറിയുന്നില്ലേ? 10 പുത്രന്മാരെക്കാൾ ഉപരിയല്ലേ ഞാൻ നിനക്ക്. നീ വേഗം പോയി ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ പട്ടിണി കിടന്നാൽ എങ്ങനെയാ? എന്നിട്ട് വരൂ, നമുക്ക് യഹോവയുടെ പക്കൽ പോകാം. നിങ്ങൾ പോയി ദേവാലയത്തിൽ പ്രാർത്ഥിക്കൂ. ഞാൻ പുരോഹിതനെ കണ്ടിട്ട് വരാം. എന്റെ യഹോവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങ് എന്റെ സങ്കടം കാണുന്നില്ലേ? മക്കളില്ലാത്ത എന്റെ ഈ ദുഃഖം അങ്ങ് അറിയുന്നില്ലേ? അങ്ങനെ ഒരു കുഞ്ഞിനെ തന്നാൽ അവൻ എന്നേക്ക് വാങ്ങിക്കൊള്ളുവനായിരിക്കും. സ്ത്രീയെ, നീ ഇത്ര നേരം എങ്ങനെ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഇത് യഹോവയുടെ ആലയമാണ്. അയ്യോ പ്രഭു, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ചീത്ത സ്ത്രീയല്ല. ഞാൻ എന്റെ സങ്കടങ്ങൾ യഹോവയോട് പറയുകയായിരുന്നു. അത്രയധികം മനോവേദന എനിക്കുണ്ട്. ഞാൻ വീഞ്ഞു മറ്റു ലഹരി പാനീയങ്ങളും കുടിച്ചിട്ടില്ല. സമാധാനത്തോടെ പോവുക മകളെ. ദൈവം തീർച്ചയായും നിന്നെ കടാക്ഷിക്കും. നന്ദിയുണ്ട് പ്രഭു, അതിനെ മനസ്സിലാക്കിയതിന്. നിന്റെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകട്ടെ. തീർച്ചയായും മകളെ, സർവശക്തനായ ദൈവം നിന്നെ കടാക്ഷിക്കട്ടെ. കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ അറിഞ്ഞോ, ഹന്നയ്ക്കൊരു കുഞ്ഞു പിറന്നു. അതെ അതെ, ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. ഒരു കോമളപുത്രൻ. ദൈവമേ, ഞാൻ എങ്ങനെ നന്ദി പറയും? ഞാനിവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. അതിനാൽ ഇവന്റെ പേര് സാമുവേൽ എന്നാണ്. അതെ അതെ, ഇവൻ യഹോവയുടെ സമ്മാനം തന്നെ. ഈ ബാലനാണ് പിന്നീട് സാവൂളിനെയും ദാവീദിനെയും രാജാവാക്കി അഭിഷേകം ചെയ്ത സാമുവേൽ പ്രവാചകൻ. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തന്റെ മക്കളെ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. തീക്ഷ്ണതയോടെയും മടുപ്പില്ലാതെയും പ്രാർത്ഥിക്കാൻ ഹന്ന ഇന്നും നമുക്ക് പ്രചോദനമേകുന്നു. നന്ദി, നമസ്കാരം.